ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഒരു ചെറിയൊരു നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഫ്രണ്ട്സ് ആണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പൊ ശ്രീലക്ഷ്മി അലിൻ ജോസിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു 5 പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് അങ്ങനെ പറയാമോ? അലൻ ജോസിന്റെ പോസിറ്റീവ് എന്ന് വെച്ചാൽ അലൻ ജോസ് ശുദ്ധ ഹൃദയനാണ്. ഒന്നുമില്ല, മനസ്സിലൊന്നും ഒന്നുമില്ല, ഇങ്ങനെ സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഒരാളെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ അങ്ങനെ ഒന്നും അറിയുന്ന മനുഷ്യനല്ല. കുശുമ്പ് മനസ്സിൽ വെക്കുക, അല്ലെങ്കിൽ അവളെ പറ്റിക്കുക, അല്ലെ അവനെ പറ്റിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊന്നും അവൻ എന്താണെന്ന് പോലും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനെ മനസ്സിലാക്കിയെടുത്തോളം നല്ല പയ്യനാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും പറയുന്ന അല്ലൻ അങ്ങനെ പറഞ്ഞു, അല്ലൻ പെണ്ണുങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഈ നിമിഷം വരെ ഞാൻ പറയട്ടെ, ഞാൻ പരിചയപ്പെട്ട് കുറച്ച് നാളായെങ്കിലും ഇന്ന് വരെ ഒരു മെസ്സേജിൽ പോലും എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ആവും തന്നിട്ടില്ല. ഒരു ഹായ് അയക്കും, ഞാനും തിരിച്ച് ഹായ്. അലിനെ സുഖമാണോ? ആ സുഖമാണ്. ശ്രീലക്ഷ്മിക്ക് സുഖമാണോ? കഴിഞ്ഞു. ആകെ ഞങ്ങൾ തമ്മിൽ ഇത്ര അടുത്തൊരു ദിവസങ്ങളിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ സംഭവമാണ്. അതിനുശേഷമാണ്. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ്. എല്ലാരും കളിയാക്കുമ്പോൾ എനിക്ക് പറയാനുള്ള, ഇവൻ ആരെയും ദ്രോഹിക്കുന്നില്ല. ഇവനെ വെച്ചിട്ട് എല്ലാവരും ഫേമസ് ആവുന്നു, തമാശ പറയുന്നു, ചിരിക്കുന്നു, കുറേ കുറ്റപ്പെടുത്തുന്നു. ഞാൻ സത്യത്തിൽ ചോദിക്കുന്നത്, തിരിച്ച് പ്രതികരിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ആരും ഇങ്ങനെ ചെയ്യില്ല. എവിടൊക്കെയോ ആരൊക്കെ തല്ലുന്നു, അടിക്കുന്നു, അങ്ങനെ ചോദിക്കുമ്പോൾ തിരിച്ചൊരെണ്ണം കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് അത് ചെയ്യത്തില്ലല്ലോ. ഇങ്ങനെ നിന്ന് കേട്ടോണ്ടിരിക്കുന്നോണ്ടാണ്, അല്ലെ കൊണ്ടോണ്ടിരിക്കുന്നോണ്ടാണ് അത് ചെയ്യുന്നത്. അത്രയ്ക്ക് ശുദ്ധനല്ലേ അപ്പൊ അവൻ? വെറും പാവമാണ്. അതെല്ലാരും മുതലെടുക്കുന്നു. നെഗറ്റീവ് മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ ചിലത് പറയുമ്പോ എന്താണ് പറയുന്നത് അവൻ, അങ്ങനെ ഒരു സംഭവം അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മള് പെട്ടെന്ന് സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണം എന്താ നമ്മൾ പറയുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും വായിന്ന് എടുത്തിട്ട് പിന്നെ അത് തിരിച്ചെടുക്കാനും പറ്റത്തില്ല. നമ്മൾ പറയുമ്പോൾ അത് ഒരുപാട് ശ്രദ്ധിച്ച് സംസാരിക്കുക, അത്രേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് വലുതായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്, ഞാൻ അതപ്പോ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും. അപ്പൊ അത്ര തീരാன പ്രശ്നമേ ഉള്ളൂ. ഞാൻ വേറൊരു ടാസ്ക് തരാം. ഇപ്പൊ ശ്രീലക്ഷ്മി ആയിട്ട് ഒരു ഫേക്ക് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് കല്യാണം നടന്നു. ശരിക്കും ഒരു കല്യാണം നടക്കണമെങ്കിൽ എങ്ങനെ വേണം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഡ്രീം പാർട്ട്ണർ? ശരിക്കും കല്യാണം നടക്കുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു രീതിയിലായിരിക്കണമല്ലോ. അതെങ്ങനെയായിരിക്കും? റിയൽ കല്യാണത്തിൽ ഒരിക്കലും പ്രാങ്ക് ഉണ്ടാവില്ല. ഫസ്റ്റ് കാര്യം അല്ലേ? റിയൽ ഒരിക്കലും പ്രാങ്ക് ഉണ്ടാവില്ല. റിയൽ കല്യാണത്തിൽ ഞാൻ പറഞ്ഞ പോസിറ്റീവ് ആദ്യം പറയാം. താലികെട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാലകൾ ഉണ്ടാവും. പിന്നെ ചിലപ്പോ അതല്ലടാ ചോദിച്ചേ, നിന്റെ റിയൽ കല്യാണം എങ്ങനെയായിരിക്കും? ഭയങ്കര ഗംഭീരമായിട്ട് അങ്ങനെയൊക്കെയല്ലേ ഉദ്ദേശിച്ചേ? അമ്പലത്തിൽ പോയി ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെയുള്ള രീതികളൊക്കെ ഉണ്ടാവും. അമ്പലത്തിൽ പോയി ആയിരിക്കും താലികെട്ടുന്നത്. അതെന്താ കാരണം എന്ന് പറയാം, അവൻ ക്രിസ്ത്യനാണ്, പക്ഷെ അവൻ അമ്പലത്തിൽ പോയി താലി കെട്ടണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ 3 ആഴ്ച പള്ളിയിൽ വിളിച്ചു പറയുമ്പോൾ പലരും മുടക്കാൻ നോക്കുന്ന രീതി എനിക്ക് മൈൻഡിലുണ്ട്. ചിലപ്പോ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനെ എനിക്കും പെണ്ണ് തിരിച്ചു എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പള്ളിയിൽ വിളിച്ചു പറയുമ്പോൾ അത് മുടങ്ങിപ്പോകുന്ന പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി അല്ലെങ്കിൽ അമ്പലത്തിൽ പോയുള്ള പരിപാടിയാണ് താല്പര്യമുള്ളത്. ചിലപ്പോ അത് അങ്ങനെ ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം വിളിച്ചു പറയും. പെണ്ണ് സെറ്റ് ആയി കഴിഞ്ഞാൽ 3 പ്രാവശ്യം വിളിച്ചു പറയുന്നല്ലേ? അങ്ങനെയാണോ? സെറ്റല്ല, സെറ്റ് നമ്മൾ ഭാഷ പറയണത് പെണ്ണിന് കണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം പള്ളിയിൽ വിളിച്ചു പറയുന്ന ഇവൻ 3 പ്രാവശ്യമല്ല, 3 ഞായറാഴ്ച. അത് തന്നെ, 3 ഞായറാഴ്ച വിളിച്ചു പറയും, പേര് പറയും. ഇന്ന വകയിൽ നിന്നാള്, അതായത് മറ്റേ ആളുടെ മകളുമായി കെട്ടുന്നു. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രവി എന്ന ആള് ഇന്നടവകയിലെ ചെറുക്കനുമായി കല്യാണം കഴിക്കുമ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെ പറയും. കാരണം 700ഓളം ആൾക്കാരുണ്ടല്ലോ, 700-800 കുടുംബങ്ങളുണ്ട് ഏതാ ഒരു ഇടവകയില്. അപ്പൊ അതില് ഒരു ഭൂരിഭാഗം ആൾക്കാരും തന്നെ പറയാം. ആണുങ്ങൾ പിന്നെ പണി നോക്കൂല, പക്ഷെ അതിലൊരുപാട് ഭൂരിഭാഗം സ്ത്രീകൾ ജനങ്ങൾ നമ്മളെ സപ്പോർട്ടില്ലാത്ത ആൾക്കാരാണ്. ഈ ഒരു ഫെയിം അല്ല, ഈ കല്യാണ വിഷയങ്ങളിൽ ഒരിക്കലും എത്ര 30 വയസ്സായാലും കെട്ടറെന്നൊരു ഇമേജ് കോൺഷ്യസ് ആൾക്കാർക്ക് ഉണ്ട്. കാരണം എടക്കൂച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ഉണ്ടായിട്ടും 30 കഴിഞ്ഞിട്ടും ഭയങ്കര ജോലി ഉണ്ടായിട്ട് പോലും അവരുടെ വീട്ടുകാരൊന്നും ആലോചിച്ചുകൂടിയില്ല. അത് ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ, 2 കൂട്ടർക്കും അങ്ങനത്തെ ഒരു വീക്ക് എന്താ പറയാ
എന്താ പറയാ, ഒരു രാജ്യത്ത് ഒരു പരാജയം എന്ന് പറയില്ല, ആ ഒരു പരാജയം ഉണ്ട് എന്റെ നാട്ടില്. അപ്പൊ അങ്ങനെ ഒരു നിൽക്കുമ്പോൾ നമ്മള് ചിലപ്പോ ആ ഒരു നാട്ടിൽ നിന്നും ചിലപ്പോ ഞാൻ മാറി താമസിക്കുമ്പോൾ ചിലപ്പോ ആ വൈബ് സെറ്റ് ആകാം. പുറം നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ പുറം ജില്ലകളിൽ വേറെ മറ്റുള്ള ജില്ലകളിൽ പോയി താമസിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ വൈബ് മാറുമായിരിക്കാം. കാരണം വൈബ് കാലം മാറുമ്പോൾ നമ്മൾ കോലം മാറുന്ന പറയുന്ന പോലെ മറ്റുള്ള ട്രെൻഡിനനുസരിച്ച് ജീവിക്കണം എന്ന് പറയൂലേ, അപ്പൊ അതുപോലെ നമ്മൾ മനുഷ്യർക്കിടയിൽ തന്നെ നിന്ന് ജീവിക്കണം. ഞാൻ സത്യത്തെ കാര്യം പറയട്ടെ, അതല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട്. നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ പറയുന്നുണ്ട് നാട് ഇതൊക്കെ, പിന്നെ നാട്ടുകാരൊക്കെ നീ അവിടെ ചെന്ന് ജീവിക്കണ്ടല്ലേ ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ 1-2 വർഷമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും അല്ല ഇടക്കൂച്ചി എന്ന് പറഞ്ഞ നാട്ടിലാരും മാറ്റമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ആൾക്കാരെ കളിയാക്കുന്നത് 24 ആണ് എന്നറിയാം പലർക്കും. പക്ഷെ കുട്ടി തന്നെ പറയുന്നുണ്ട് ഞാൻ കുട്ടിയാണ്, മുട്ട വിരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുട്ട വിരിച്ചിട്ടില്ല ആ ഒരു രീതിയിൽ. അപ്പോ അതൊക്കെ ഓക്കെ. പക്ഷെ സർക്കാർ നിയമപ്രകാരം 21 ഉള്ളതുകൊണ്ട് ആൾക്കാർ അതിനെ മെൻഷൻ ചെയ്ത് കളിയാക്കും. പക്ഷെ ജോലി ഉണ്ടായിട്ടും പലർക്കും ആ ഒരു പ്രശ്നം ഇപ്പൊ ചോദ്യം വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജോലി ഉണ്ടായിട്ടും പല പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഇടക്കൂച്ചി എന്നല്ല കേരളത്തിലുള്ള 14 ജില്ലകളിലും പ്രശ്നമുണ്ട്. അത് ആ നാട്ടില് ഒരു കൗൺസിലർ ഇത് കണ്ടിടപെടണില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. കൗൺസിലർ വാർഡ് മെമ്പർ അല്ലേ, അവരാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത്. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാ. ആന്ന് ഇതൊക്കെ ഒരു നാടിന്റെ ഒരു ഇതല്ലേ. ഇപ്പൊ റോഡ് വികസനം, പിന്നെന്താ വീട്ടിൽ പോയിട്ടല്ലേ ഒരു നാട്ടില് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പരമ്പരകൾ വരണമല്ലോ നാട്ടിലേക്ക്. കല്യാണത്തിലൂടെയാണ് ഒരാളോട് എന്താ പറയാ, ഫ്യൂച്ചറില് കുട്ടികൾ ജനിച്ചാലല്ലേ ഒരു നാട് നിൽക്കുകയുള്ളൂ, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം എന്ന പ്രശ്നം ബ്ലോക്ക് ആകാൻ പാടില്ലല്ലോ ഞാൻ പറയണത്. വേണ്ടാന്ന ആൾക്കാർക്ക് പറയാം, പക്ഷെ ഒരു ടൈമിൽ അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാകാം. എനിക്കറിയില്ല എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഞാൻ പറയാം പോപ്പുലാരിറ്റി പോകുന്നു. നീ പറയുന്ന കാര്യം സീരിയസ് ആയിട്ടായിരിക്കും, എന്താ പറയാ പറയുന്ന രീതിയിലാണ് പ്രശ്നം എനിക്ക് തോന്നുന്നത്. ഈ എന്താ പറയാ ഒരു